നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗോചര വിഷയത്തിലെ അഷ്ടമശനിയുടെ സബ്ജക്റ്റുകളെ കുറിച്ചാണ്. അഷ്ടമം എന്ന് പറയുന്നത് ഒരാളുടെ മരണഭാവമാണ്, ആയുസ്സിൻ്റെ ഭാവമാണ്, രഹസ്യങ്ങളുടെ ഭാവമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഡെത്തിനോളം രഹസ്യമുള്ള വേറൊരു കാര്യമില്ല. അത്രത്തോളം റിയലായിട്ടുള്ളൊരു കാര്യവും നമുക്ക് ഉറപ്പായിട്ടും 100% ഉറപ്പിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതേ ഉള്ളൂ, നമ്മളെല്ലാം മരിക്കും എന്നുള്ളത്. അപ്പം അഷ്ടമശനിയെ കുറിച്ചാണ് ഈ ക്ലാസ്. അപ്പം ചന്ദ്രാൽ അഷ്ടമരാശിയിലേക്ക് ശനി വരുന്ന കാലഘട്ടത്തെയാണ് അഷ്ടമശനി എന്ന് പറയുന്നത്. ഇത് ചില സമയങ്ങളിൽ ലഗ്നാലും നോക്കും. നമ്മൾ ജാതകത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ലഗ്നാലും 8-ലോട്ടാണോ ശനി വരുന്നത് എന്നതും നോക്കും. ഈ വർഷം ഇത് അഷ്ടമശനി ഉള്ളത് ചിങ്ങക്കാർക്കാണ്. ചിങ്ങക്കൂറുകാർക്കോ ചിങ്ങ ലഗ്നക്കാർക്കോ ആണ് കൂടുതലും വരുന്നത്. അതായത് 2025 മാർച്ച് 28 അല്ല 29 എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അഷ്ടമശനി വരുന്നത് ചിങ്ങം ലഗ്നത്തിലോ കൂറിലോ ജനിച്ചവർക്ക്, ചിങ്ങക്കൂറുകാർക്ക് മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യ പാദം ചേരുന്ന ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമത്തിലെ ശനിയാണ്. അപ്പോൾ അത് 2 ദിവസം മുമ്പ് ശനിയെക്കുറിച്ചുള്ളൊരു വേറൊരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഒരാൾ കൺസൾട്ടേഷൻ എടുത്തിട്ട് പറഞ്ഞത് സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് പേടിച്ചു പോയി എന്നാണ്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി. കാരണം ഞാൻ എൻ്റെ ക്ലാസ്സുകളൊന്നും ഒരിക്കലും അങ്ങനെ ഒരു പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പേടിപ്പിച്ച് അവരുടെ സാഹചര്യത്തെ ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് ടൂളായിട്ടോ ഒന്നുമല്ല ആക്ച്വലി ഇത് പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു സൈഡിൽ കൂടെ ഇൻകം വരണം എന്നുള്ളത് കൊണ്ടാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത്. പക്ഷേ ഈ ക്ലാസ്സുകൾ ഞാൻ തികച്ചും ചെയ്യുന്നത് ജ്യോതിഷ ജിജ്ഞാസുക്കളായിട്ടുള്ള ആൾക്കാർക്ക്, ജ്യോതിഷത്തെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. നിങ്ങൾക്കത് എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ കുറേ വർഷങ്ങളായി ഞാൻ മാസ്റ്റർ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് മാസ്റ്റർ ക്ലാസ് തുടങ്ങുന്ന എൻ്റെ ആദ്യ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എന്താണ് നമ്മുടെ ഇൻറ്റൻഷൻ. നമ്മൾ ഇത് ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ലോകത്തിൻ്റെ പല സ്ഥലത്തിരുന്നാലും നമുക്ക് യൂട്യൂബ് മനസ്സിലാവും, അല്ല യൂട്യൂബ് കാണാനും പറ്റും. ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പല ജോലികൾ ചെയ്ത് പല സാഹചര്യങ്ങളിലൂടെ പോകുന്നവർക്ക് ജീവിതത്തിൽ പലർക്കും, ചിലർക്ക് ആർട്ടിനോടായിരിക്കും, ചിലർക്ക് പാട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലവർക്കാണെങ്കിൽ മ്യൂസിക് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് എഡിറ്റിങ് പഠിക്കാനായിരിക്കും, അങ്ങനെ എന്തുമോ, ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ട്രാവൽ ചെയ്യാനായിരിക്കും ഇഷ്ടം. പക്ഷേ ജ്യോതിഷത്തോടും മിസ്റ്റിക്കൽ സയൻസുകളോടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒക്കൾട്ട് കാര്യങ്ങളോടും ഒക്കെ താല്പര്യമുള്ളവരിൽ ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീരീസ് ചെയ്യാനെന്ന് തുടങ്ങിയത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ പഠിക്കാൻ നമ്മൾ പണ്ട് മുതലേ വെച്ചിരിക്കുന്ന എനിക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടോ, ഇത് പഠിക്കാൻ ജാതകത്തിൽ അതിനുള്ള യോഗം വേണ്ടേ, അതുപോലെ തന്നെ ഈ സംസ്കൃതമൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളൊരു സെക്കൻഡറി വഴിയിലൂടെയാണ് പലപ്പോഴും നമ്മൾ അറിവുകൾ സമ്പാദിക്കാൻ നോക്കുന്നത്. കാരണം സംസ്കൃതം അറിയാത്തത് കൊണ്ട് തന്നെ സെക്കൻഡറി പാറ്റേൺ ആയിട്ടുള്ള ഇംഗ്ലീഷിലൂടെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റുകളിലൂടെയോ അതിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് വരുന്ന അല്ലെങ്കിൽ കമൻട്രി ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റുകളിലൂടെ അല്ലെങ്കിൽ മലയാളത്തിലുള്ള പുസ്തകങ്ങളിലൂടെ. ഇപ്പോൾ പ്രശ്നമാർഗത്തിൻ്റെ സംസ്കൃത ശ്ലോകമല്ല നമ്മളെടുക്കുന്നത്, അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകമോ അതിൻ്റെ വ്യാഖ്യാനവും അല്ല നമ്മളെടുക്കുന്നത്, സംസ്കൃതം മലയാളത്തിലേക്ക് മാറ്റിയിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത് എല്ലാ ആൾക്കാരും. അപ്പം അതുകൊണ്ട് സംസ്കൃതം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകം പഠിച്ചാലേ എനിക്കിത് പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു 4-5 വർഷം. അന്ന് ഇത്രയും കൊറോണയ്ക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഇത്രയും കൂടെ എല്ലാവരുടെ ഇടയിലേക്കും വന്നത്. പക്ഷേ അതിന് മുമ്പാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇത് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ഭാവം എന്ന് പറയുന്നത്, അഷ്ടമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ റിയാലിറ്റിയാണ്. മരണം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ദിവസം പ്രപഞ്ചത്തിലുള്ള സർവ്വ വിഷയങ്ങൾക്കും ആ ഒരു ഫോമിന് ചേഞ്ച് ആവേണ്ട സമയമാകുമ്പോൾ സംഭവിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്ന് വരെ അത് കണ്ടിട്ടുള്ള, എന്നാലും ഈ ലോകം മുന്നോട്ട് പോകും, അല്ലേ? അപ്പം അതൊരു റിയാലിറ്റിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അഷ്ടമകാരകനും കൂടിയായിട്ടുള്ള ശനി അഷ്ടമത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പം ആൾക്കാർ പലപ്പോഴും ഭയപ്പെടുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സഫർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള ലൈഫിൽ നിന്നുള്ള
ചില എക്സ്പീരിയൻസുകളിലൂടെ കടന്നു പോകാനുള്ള പേടിയാണ്. സഫറിങ് നമുക്ക് പേടിയല്ലേ. പക്ഷേ ലൈഫ് എന്ന് പറയുന്നതിനകത്ത് ഈ സഫറിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ എങ്ങനെയാണ് ഒരാൾക്കൊരു ജീവിത അനുഭവം ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്. അപ്പം ചില എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുകയും ആ പ്രോബ്ലങ്ങളെ നമ്മൾ സോൾവ് ചെയ്യുകയും ചിലത് അതിലൂടെ അനുഭവിച്ച് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി നല്ല രീതിയിലേക്ക് വരേണ്ടത്. അപ്പോൾ അത് ഏത് കാലഘട്ടങ്ങളിലൂടെയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചില മാനദണ്ഡങ്ങൾ വരുമ്പം നമ്മളുടെ സോള് ഇന്ന പ്ലെയിനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റോ നമ്മുടെ കർമ്മഫലങ്ങളോ നമ്മുടെ കർമ്മത്തിൻ്റെ വാക്യപത്രങ്ങൾ ചില സമയങ്ങളിലൂടെ അനുഭവിച്ചു പോകണം. കാരണം എന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമ്മളുടെ ആ സോള് പ്യൂരിഫൈ ആവത്തുള്ളൂ. അപ്പോൾ ആ വഴിയിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതിനെ ഭയപ്പെടുക എന്നുള്ളത് തന്നെയും ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള പേടിയാണ് വാസ്തവത്തിൽ. ഏത് സമയവും മരിക്കാം എന്നുള്ള ഉറപ്പിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കാരണം നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയില്ല അല്ലേ. പക്ഷേ നമ്മൾ എഴുന്നേൽക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് വേണ്ടതും. പക്ഷേ റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എപ്പോഴും ഇൻസെക്യൂരിറ്റിയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. നമ്മളെ ഇൻസെക്യൂരിറ്റി ആണത്. കാരണം നമുക്ക് ഇതിനൊന്ന് ഫേസ് ചെയ്യാനുള്ള പേടി, നമ്മുടെ കംഫർട്ട് ബ്രേക്ക് ചെയ്യുമെന്നുള്ള പേടി. ആ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിലൂടെ ആയിരിക്കും മിക്കപ്പോഴും അഷ്ടമശനിയും കണ്ടകശനിയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ട്സിൻ്റെ ക്വാളിറ്റി മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ആക്ഷൻസിൻ്റെ ക്വാളിറ്റി മാറും. നമ്മുടെ സന്തോഷം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് നമ്മുടെ തോട്ട്സിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ തോട്ട് നമ്മൾ മെച്യൂറായി വരണമെങ്കിൽ, ആ ക്വാളിറ്റിയുള്ള തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണമെങ്കിൽ നമ്മൾ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയേ മതിയാവും. ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബാഡ് കർമ്മസ്, നമ്മുടെ ഡെപ്റ്റ് ക്ഷയിക്കുകയും നമ്മൾ കുറച്ചുകൂടെ ഉൾത്തെളിച്ചം, നമ്മളെ അഹങ്കാരം, ആ അഹത്തിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന ആ കാരം, ആ ഇമാജിനറി ആയിട്ട് നമ്മൾ കാണുന്ന ആ ഈഗോ, ആ ബോധം, ഞാനെന്നുള്ള ബോധത്തിന് ഏൽക്കുന്ന ക്ഷതമാണ് വാസ്തവത്തിൽ നമ്മുടെ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതും. അത് മിക്കപ്പോഴും ഈ അഷ്ടമശനി കണ്ടകശനി നടക്കുന്ന സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഏഴരശനി നടക്കുന്ന കാലഘട്ടങ്ങളിലായിരിക്കും നമ്മൾ ആ ഒരു പ്ലെയിനിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ശനി പറയുന്നൊരു കാര്യമുണ്ട്, ഈ സമയത്ത് പഠിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പൊക്കോണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പൊക്കോണം. പോയില്ലെങ്കിൽ എന്താ അറിയോ, ഇത് പഠിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടും. വീണ്ടും ഇതിലേക്ക് വന്നാൽ അടുത്ത അഷ്ടമശനിയോ അല്ലെങ്കിൽ അടുത്ത ഏഴരശനിയോ വരുന്ന കാലഘട്ടത്തിൽ അടുത്ത ചവിട്ടായിരിക്കും. അപ്പം എപ്പോഴും ദണ്ഡം, അതായത് ഒരു ജഡ്ജാണ്, വിധി നിശ്ചയിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ചില എക്സ്പീരിയൻസ് കടന്നു പോകണം. അത് അക്സെപ്റ്റ് ചെയ്തോളൂ. അതെന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യരാശി ഇങ്ങനെയാണ്, ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടതാണ്. അപ്പോൾ അതിനെ എങ്ങനെ, ഇപ്പോൾ നമ്മളൊരു പ്ലെയിനിലേക്ക് ചെന്നാൽ, ഇപ്പോൾ തണുപ്പൊട്ടും സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് ചെന്നാൽ ആദ്യം ചെയ്യുന്നത് പറയും, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തണുപ്പിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇടും. ഒരു പരിഹാര രൂപേണ നമ്മളതിനെ കോട്ടിടും, അതിൻ്റെ ജാക്കറ്റ്സുകൾ പലതരത്തിലുള്ള ഇടും. ഇത്ര ഡിഗ്രി ആണെങ്കിൽ ആ ഇത്ര ഡിഗ്രിയെ വരെ നമ്മുടെ ബോഡി സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ജാക്കറ്റുകളും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കും. അതുപോലെ അതൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ സൂക്ഷ്മതലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ഒരു ഗ്രഹം കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ഗ്രോസ് ലെവലിലുള്ളതും സെറ്റിൽ ലെവലിലുമായിട്ടുള്ള സുഹൃത കാര്യങ്ങളും പരിഹാര കർമ്മങ്ങളും കൂടെ ചെയ്താൽ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ വരും. അത് അനുഭവമുള്ളൊരു കാര്യവും കൂടി ആണ്. അപ്പം അഷ്ടമശനി എന്താണ് എന്നുള്ളത് പറഞ്ഞു. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ രാശിയുടെ 8ാം ഭാവത്തിലൂടെ ശനി ഇപ്പോൾ കടന്നു പോവുകയാണെങ്കിൽ, 8ാം രാശിയിലൂടെ ശനി കടന്നു പോവുകയാണെങ്കിൽ അത് അഷ്ടമശനിയാവുന്നു. അഷ്ടമശനിക്ക് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അഷ്ടമം എന്ന് പറഞ്ഞാൽ 8 എന്ന് പറയുന്ന ഒരു രഹസ്യഭാവമാണ്, നിഗൂഢഭാവമാണ്. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും തമ്മിൽ ചേരാതെ വരിക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഷ്ടമശനിക്ക് തൊടുന്നതെല്ലാം കുറ്റം എന്ന് പറയും, തൊട്ടതെല്ലാം കുറ്റമായി തീരുന്നു. അപ്പോൾ അത് നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ചേരാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും സാഹചര്യങ്ങളും ചേരാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ. ഒന്ന്.
രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ആണ് മെയിൻ. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സുഖക്കുറവ്, എഴുന്നേൽക്കാൻ പറ്റാതെ പോകും, അല്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകും. നമ്മളൊരു മാറ്റി ഒരു ചേഞ്ച്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ചേഞ്ച് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പറിച്ച് നടപ്പെടും, എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേരുദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ഒരു കുറ്റപ്പെടുത്തൽ, എല്ലാം കുറ്റം, എന്ത് ചെയ്താലും കുറ്റം. നമ്മൾ നല്ലതിനായിട്ട് ചെയ്യുന്നത് പോലും നമുക്ക് ദുഃഖമായിട്ട് വരുന്ന അവസ്ഥ. അതുപോലെ ബിസിനസ്സിലും അല്ലെങ്കിൽ വർക്കിലൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങൾ, നമ്മൾ എടുത്ത തീരുമാനങ്ങൾ അങ്ങ് പാളിപ്പോവും. നമ്മൾ ഭാവിയിൽ തീരുമാനിച്ചെടുത്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച പോലെ വരാതെ അത് വേറൊരു തലത്തിലേക്ക് പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ എല്ലാവരും എല്ലാ തീരുമാനങ്ങളും വലിയ പ്ലാനിങ്, പ്രത്യേകിച്ച് കോർപ്പറേറ്റിൻ്റെ ഒക്കെ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കിയാൽ അവരെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടെല്ലാം ശരിയാവുന്ന അവരുടെ പലതരത്തിലുള്ള അനാലിറ്റിക്കൽ സ്റ്റഡീസും ഒക്കെ നടത്തിയിട്ടാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങ് പാളിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ പാളുന്ന വലിയ ലോസുകളും ഉണ്ടാവും. അപ്പോൾ ഇത് വലിയ തലത്തിൽ നിന്നുകൊണ്ട് ചെറിയ തലത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ലൈഫിൽ വരെയും നമ്മൾ വലിയ ശ്രദ്ധയോടുകൂടി ഇത് ശരിയാവും, അല്ലെങ്കിൽ ഇതിങ്ങനെ ആവേണ്ടതാണ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കും. അപ്പം പക്ഷേ പണി പാളിപ്പോവും. നമ്മൾ കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്യാതെ, പ്രത്യേകിച്ച് വർക്കിലും ബിസിനസ്സുകളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ വരുന്നതായിട്ടും കണ്ടു. എടുക്കുന്ന തീരുമാനങ്ങൾ, അത് തൊടുന്നതെല്ലാം അബദ്ധമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നും. അതുപോലെയാണ് മരണമോ മരണതുല്യമായിട്ടുള്ള അവസ്ഥകൾ. തട്ടിപ്പോകുന്നില്ല കേട്ടോ. ആയുസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം അത്രയും ദിവസം ഇവിടെ കാണും. ഒരു ദിവസം കൂടുതൽ ഒരു ദിവസം കുറവോ ഒന്നും തരാൻ ഇന്ന് വരെ ഉള്ള ഒരു ടെക്നോളജിക്കും സാധിച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ചിലപ്പോൾ ഫ്രീസ് ചെയ്ത് കുറച്ച് കാലം വെക്കാതിരിക്കുക. അപ്പോൾ അത് പണ്ടേ ഉള്ള ടെക്നോളജിയാണ്. അത് ഇന്ന് വേറൊരു മെത്തേഡിൽ അത് ഉപയോഗിക്കുന്നുള്ളൂ. അതല്ലാതെ ഇതിൽ നിന്ന് പുറത്ത് പോയി സത്ത് ഇതിൽ നിന്ന് പോയാൽ അത് പോയത് തന്നെയാണ്, അത് പോയി. അപ്പോൾ അതിന് കൂടുതൽ ആഡംബരമൊന്നും വേണ്ട, നമുക്കത് മനസ്സിലാവും, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പം മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ അത് വേദന കൊണ്ടായിരിക്കും. അഷ്ടമത്തിൽ ശനി നടക്കുമ്പം രാഹുവിൻ്റെ അപഹാരം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാഹു ദശയിൽ കേതുവിൻ്റെയോ കേതുവിൻ്റെ ദശയിൽ രാഹുവിൻ്റെ അപഹാരവും അതോടൊപ്പം തന്നെ അഷ്ടമശനിയും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും സങ്കടപ്പെടുകയോ അവർ നിമിത്തം ദുഃഖിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ കടന്നു. ഈ വളരെ ചേർത്ത് പിടിച്ചിരിക്കും. ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ലോയലിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം. ഇന്നത്തെ കാലത്ത് ഈ എങ്ങനെയായാലും കുഴപ്പമില്ല, മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആണെന്ന് പറയുന്നൊരു കാര്യം. പക്ഷെ ഒരു വ്യക്തി ഒരു താഴ്ന്ന തലത്തിൽ നിന്നും അയാൾ സംസ്കരിച്ച് വരുന്നതിനനുസരിച്ചായിരിക്കും അയാളുടെ ബ്രെയിൻ്റെ ഇമേജ്, അല്ലെങ്കിൽ അയാളുടെ തോട്ട് പ്രോസസ്സായിട്ടുള്ള ക്വാളിറ്റി എന്നൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനേ വേണമെങ്കിലും നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, അടുപ്പങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ ആ ബന്ധങ്ങളിൽ നിന്ന് വരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മരണ തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ. നമുക്ക് വളരെ സ്നേഹപ്പെട്ട ഉള്ള ആൾ, അത് ഭാര്യയാവാം, ഭർത്താവാം, കാമുകനാവാം, കാമുകിയാവാം, അച്ഛനാവാം, അമ്മയാവാം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആരാണോ അവർ ഈ അഷ്ടമത്തിൽ ശനി നടക്കുന്ന സമയത്ത്, ലഗ്നാലോ ചന്ദ്രാലോ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രാഹു ദശയിൽ കേതുവിൻ്റെയോ കേതുർദശയിൽ രാഹുവിൻ്റെയോ അപഹാരം നടക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ രാഹുർദശയിലേക്ക് കയറുന്ന സമയത്തുള്ള കുജനിൽ നിന്ന് രാഹുലേക്ക് കയറുന്ന സമയത്തുള്ള ദശാസന്ധിയോ ഒക്കെ ആണെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന മരണതുല്യമായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകാം. പക്ഷെ അത് കടന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് ശരിക്കും ഒരു പുതിയ മനുഷ്യനായിരിക്കും. ശനിയെ നമ്മൾ തിരിഞ്ഞു നിന്ന് തൊഴും. ശനി അഷ്ടമത്തിലേക്ക് കയറുമ്പോൾ ആളെയല്ല, ശനി 9ാം രാശിയിലേക്ക് പോകുമ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസവും വരും. അപ്പം ശനി വാസ്തവത്തിൽ ചെയ്യുന്നത് ഒരു റിഫൈനിങ് ആണ്. അത് മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് ജ്യോതിഷ വിശ്വാസികൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് അവരുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടോ അവരുടെ അറിവില്ലായ്മ കൊണ്ടുമാണ്. പക്ഷേ ജ്യോതിഷം പഠിക്കുന്നവർക്ക് എങ്കിലും അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കണം. ശനി എന്ന് പറയുന്നത് ആക്ച്വലി ആ ഗ്രഹം സൂചിപ്പിക്കുന്നത്, ആ പ്ലാനറ്റ് ഒന്നും ചെയ്യുന്നില്ല. അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഇപ്പോഴും അതിൻ്റെ കമൻറ്റുകൾ പറയും, ഈ ശനിയാണോ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, വ്യാഴമാണോ ജീവിതത്തെ സ്വാധീനിക്കുന്നത്.
ഈ ശനി അറിയുന്നുണ്ടോ നിങ്ങൾ ഈ ശനിയെക്കുറിച്ച് കുറ്റം പറയുന്നത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, വലിയ കാര്യത്തിൽ നിന്ന് കമൻറ്റ് പറയാറുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഉത്തരം ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഗ്രഹങ്ങൾ സാക്ഷികൾ മാത്രമാണ്. എന്തിൻ്റെ? കർമ്മഫലത്തിൻ്റെ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എൻറ്റാങ്കിൾ ചെയ്ത് കിടക്കുന്നതുകൊണ്ട്, ഒരേ തരത്തിലുള്ള ഊർജ്ജങ്ങൾ എൻറ്റാങ്കിൾ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ചില ഗ്രഹങ്ങളുടെ കാരകത്വത്തിൽ വരുന്ന സബ്ജക്റ്റുകൾ നമ്മുടെ അടുത്തേക്ക് ഗുണമായിട്ടോ ദോഷമായിട്ടോ വരുമ്പം ഇന്ന പോലെ സംഭവിക്കും എന്നുള്ളത് ഋഷിമാരുടെ ഒബ്സർവേഷൻ സ്കില്ല് കൊണ്ട് കണ്ടുപിടിച്ചാണ്. അല്ലാതെ ഗ്രഹങ്ങൾ അവിടെ തന്നെയുണ്ട്, അവരവരുടെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. പക്ഷേ അവരുടെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള പാറ്റേണിലുള്ള കൃത്യതയിലുള്ള യാത്രക്കിടയിൽ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനർജിയുടെ കർമ്മഫലത്തെയാണത് കാണിക്കുന്നത്. അപ്പം അത് നമുക്കുണ്ടാക്കുന്ന, മനസ്സിനുണ്ടാക്കുന്ന അനുഭവങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത്, അതായത് ഗ്രഹങ്ങളല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ കർമ്മഫലത്തിനെതിരെ നീന്തണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ സുഹൃതങ്ങൾ ചെയ്യണം. അഷ്ടമത്തിലെ ശനിക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. എള്ളുകൊണ്ടൊരു തുലാഭാരം കഴിക്കാൻ പറ്റുമെങ്കിൽ, നിത്യപൂജയുള്ള ശാസ്താക്ഷേത്രത്തിൽ എള്ളുകൊണ്ടൊരു തുലാഭാരം കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കഴിച്ചോളുക. അതിനകത്തൊരു ഇത് വേണ്ട. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ എള്ളു പായസമോ, ഭഗവാന് നിവേദ്യമായിട്ട് എള്ളു പായസമോ, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം രാവിലെ ശനിയുടെ കാലഹോര സമയത്ത്, അതായത് ഉദിച്ചു വരുന്ന സമയത്ത് ശാസ്താവിനെ പോയി തൊഴുകയും അതുപോലെ തന്നെ നീരാഞ്ജനം നടത്തുകയും ചെയ്യുക. നീരാഞ്ജനം വളരെ എഫക്റ്റീവാണ്, അത് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ നിവേദ്യവും, അതായത് എള്ളുപായസം പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ അഷ്ടമശനിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പരിഹാരം പറയുന്നത് കാലഭൈരവ ക്ഷേത്രത്തിൽ പോയി തൊഴുക എന്നുള്ളതാണ്. മോക്ഷം കൊടുക്കുന്ന ദേവതകളായിരിക്കുന്ന ശ്മശാന ഭൈരവൻ്റെയും ശ്മശാന ഭൈരവിയുടെ അടുത്ത് ആ കാശി, വാരണാസി, വിശ്വനാഥൻ്റെ മണ്ണിൻ്റെ സാക്ഷിയായി നിൽക്കുന്ന കാലഭൈരവൻ്റെ സ്ഥലത്ത് പോവുക. അപ്പം അത് ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ആളാണ്. അപ്പം കാലഭൈരവനെ ആശ്രയിക്കുന്നതും ഈ അഷ്ടമശനിക്ക് ദോഷങ്ങളിൽ നിന്നും കയറി വരാൻ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ കാലഭൈരവ ക്ഷേത്രങ്ങൾ കുറവാണ്. അപ്പം പിന്നുള്ളത് ഇവിടുത്തെ കേരളീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒരിടത്ത് അപൂർവമായിട്ട് കണ്ടൊരു പരിഹാരമാണ് ക്ഷേത്രപാലകന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ അഷ്ടമശനിക്കുള്ള പരിഹാരമാണെന്നുള്ളത്. പക്ഷേ അത് ക്ഷേത്രപാലകന് പ്രത്യേകിച്ച് പൂജയുള്ള അത്യപൂർവം ക്ഷേത്രങ്ങളിലേ ഉള്ളൂ. ഈ രുചിത്ത് കാവുകളിൽ ഒക്കെ അതുണ്ട്. ഇപ്പോൾ കൊടുങ്ങല്ലൂരാണെങ്കിലും ക്ഷേത്രപാലകന് വലിയ വിഗ്രഹവും വലിയ ശ്രീകോവിലും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ഒന്നാവും. പിന്നെ അടുത്തത് അഷ്ടമത്തിലെ ശനിക്ക് ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കുക എന്നുള്ള, ഹനുമാൻ ചാലിസ ജപിക്കുക, ഹനുമാൻ്റെ പൂജകൾ കഴിക്കുക, ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, ഹനുമാന് മുഖ്യമായിട്ട് പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരിഹാരങ്ങൾ ഞാൻ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ശനിയുടെ പരിഹാരങ്ങളെന്ന് പറഞ്ഞത് അതുകൂടെ ചെയ്ത് ഒരുപാട് റെമഡീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ അഷ്ടമത്തിൽ ശനി ആയതുകൊണ്ട് തന്നെ അധികം റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ദശയും അപഹാരവും കൂടെ നോക്കിയിട്ട് വേണ്ട പരിഹാരങ്ങളും കൂടെ അങ്ങ് ചെയ്തോണം. ചെയ്തിട്ട് കുറച്ച് അലേർട്ടായിട്ട് ശ്രദ്ധയോടുകൂടി പോവുക. അതുപോലെ തന്നെ അഷ്ടമത്തിലെ ശനിക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ധ്യാനം. ഞാൻ ഈ കണ്ടകശനിക്ക് അത് പറയാൻ വിട്ടുപോയി, കണ്ടകശനിയുടെ വീഡിയോയിലും അത് പറയാൻ വിട്ടുപോയി. ധ്യാന യോഗം, അതായത് ധ്യാന മെഡിറ്റേഷൻ്റെ ആളാണ് ശനി. അന്തർമുഖനാക്കുന്നതിൻ്റെ, അതായത് ഉള്ളിലേക്ക് അന്വേഷിക്കുന്നതിൻ്റെ 36 തത്വങ്ങളിൽ കലാതത്വത്തിന് മുകളിലോട്ടുള്ള വിഷയങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങുന്നതിൻ്റെ, തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന 36 തത്വങ്ങളിൽ ബുദ്ധിതത്വത്തിന് മുകളിലായിട്ടുള്ള കലാതത്വത്തിന് മുകളിലേക്കുള്ള വിഷയങ്ങളെ അന്വേഷിക്കണമെങ്കിൽ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. അങ്ങോട്ട് തിരിച്ചു വിടുന്ന ആളും കൂടി ആയതുകൊണ്ട് തന്നെ ധ്യാനം, മെഡിറ്റേഷൻ ഒരു വലിയ പരിഹാരമാണ്. സാധന ഒരു വലിയ പരിഹാരമാണ്. പ്രത്യേകിച്ച് ധ്യാനം. ശനിയുടെ അതിദേവതയായിരിക്കുന്ന ശാസ്താവ്, യോഗശാസ്താവ് യോഗഭട്ട ഒക്കെ ധരിച്ചിങ്ങനെ യോഗഭട്ടാസനം എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്നു. യോഗ ദക്ഷിണാമൂർത്തി, യോഗ നരസിംഹസ്വാമി, ഇതൊക്കെ ആ ഒരു തപസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ തപസ്, ഭക്തി, സാധന ഇതെല്ലാം തന്നെ ഈ അഷ്ടമശനിയുടെ ദോഷത്തെ ഓവർകം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ശനി അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ രാശിയിലെ അക്ഷം ഒരു 5 മുകളിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ അഷ്ടമശനി ഒന്നും അറിയത്ത് പോലുമില്ല. അതും കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്ന. അല്ലാതെ ഇത് പേടിക്കേണ്ടതേ അല്ല. നമ്മൾ വിഷയങ്ങൾ പഠിക്കുമ്പം ആ വിഷയത്തെ അതിൻ്റേതായ രീതിയിൽ കാണണം. ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അലേർട്ടാവുക എന്നുള്ളതാണ്.
അപ്പോൾ എന്തുകൊണ്ട് ദിനേഷ് അഷ്ടമശനി ചെയ്തില്ല എന്ന് ചോദിക്കരുത്. അപ്പം എനിക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾക്കൊക്കെ പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാതെ, ഞാൻ നിങ്ങളെ പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തതെന്ന്. പേടിക്കേണ്ടതല്ല, പക്ഷേ ഇത് മനസ്സിലാക്കണം, ഇതാണ് ഇതിന് വേണ്ട പരിഹാരം അങ്ങ് ചെയ്താൽ മാറിക്കോളും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ 7.5 ശനിയുടെ കാര്യമായിട്ട് നമുക്ക് വരാം. അതും കൂടി ഒന്ന് പോയാൽ നമുക്ക് ഈ ഗോചരത്തിലെ ശനിയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് തീരും. അപ്പോൾ നമുക്ക് ഏകദേശം എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഫറൻസ് പോലെ എടുത്തു വെക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.